പ്രതികരിക്കേണ്ട കാഴ്ചകൾ കണ്ടാൽ പ്രതികരിക്കുക തന്നെ വേണം. പണവും പദവികളും അധികാര സ്വാധീനങ്ങളും ഉള്ളവർ മാത്രം ജീവിച്ചാൽ മതിയോ? പരാതികൾ കേൾക്കാനോ പരിഹരിക്കാനോ ആർക്കും സമയമില്ല. സാധാരണക്കാരുടെ വോട്ടും പിന്തുണയും നിങ്ങളുടെ വളർച്ചയ്ക്ക് വളമായിട്ടുണ്ട്. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിക്കാരും മനസ്സിലാക്കണം. ഇവർക്കും ഇവിടെ ജീവിക്കുക തന്നെ വേണം, മാന്യമായി. ഞങ്ങളുടെ ഇത് കുറച്ച് ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ റോഡ് നന്നാക്കിയപ്പോഴിങ്ങനെ കിടക്കുന്നു. പലരോടും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കളക്ടറേറ്റ് കൊടുത്തു, അദാലത്ത് കൊടുത്തു, പഞ്ചായത്തിൽ പരാതി കൊടുത്തു, എല്ലാം ചെയ്തു. എന്നിട്ടൊന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. നമുക്കിതൊരു പരിഹാരം ഉണ്ടാവണം. ഈ വെള്ളക്കെട്ട് ഒന്ന് മാറ്റാൻ. ഈ വാർഡിന് മുരളീധരനാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹത്തിനോട് 2-3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം ഒരു മൈൻഡ് ചെയ്തില്ല. പിന്നെ അനുശാസനത്ത് പറഞ്ഞു, അതും ശരിയായില്ല. അങ്ങനെ നിൽക്കുന്നു. ഇതിനൊരു പരിഹാരം കണ്ട് എത്തി കൊള്ളാമായിരുന്നു. നമ്മൾ ഈ വെള്ളക്കെട്ടിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കുഞ്ഞുങ്ങൾ ഈ കടയിലോട്ട് കയറില്ല. ഈ വെള്ളം മാറാതെ മഴയായി കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊടി കച്ചവടമില്ല. ഉണ്ടാക്കി വയ്ക്കുന്ന സമയത്തായിരിക്കും മഴ. ഇന്ന് തന്നെ ഈ വാഴയ്ക്കപ്പം ഉണ്ടാക്കി വെച്ച പേര് മഴയെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് കയറില്ല. ഇതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചാൽ വളരെ ഉപകാരമാണ്. ഞങ്ങളാണെങ്കിൽ 2 പേരും രോഗികളാണ്. ഒരു മരുന്ന് ഗുളിയെങ്കിലും മേടിക്കാനുള്ളൊരു മാർഗത്തിന് വേണ്ടിയാണ് ഇത് തുടങ്ങിയത്. ഈ മഴ സീസണിൽ ഒരു കാര്യവും നടക്കില്ല. മഴ ഭയങ്കര പേര് മഴയാണ്. മഴയായി കഴിഞ്ഞാൽ ഭയങ്കര വെള്ളമാണ്. വെള്ളം ഇഞ്ഞു വരെ കയറി കിടക്കും. കടയ്ക്കകത്ത് മൊത്തം ചവിട്ടി ചാക്കൊക്കെ എടുത്തിട്ടാലും തുളിഞ്ഞ് അകത്ത് വരെ കയറും. പുസ്തകം തുടച്ചും പറയിച്ച് നിൽക്കണം. എന്തേലും ചെയ്യാനും അസുഖയാണ്. എന്തേലും ഒരു മാർഗം കണ്ടുപിടിച്ചാൽ നല്ലത്. ഒരു ചപ്പാത്തൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അതുണ്ടായിരുന്നെങ്കിൽ അതിലെ ഒഴിച്ചങ്ങ് അപ്പുറത്ത് പോയി അങ്ങ് പോയേനെ. അതെല്ലാം ഇപ്പോൾ ഈ കാറിട്ടപ്പോൾ നികത്തിക്കളാം. ഇല്ലായിരുന്നെങ്കിൽ ആ ചപ്പാത്തി കൂടെ വെള്ളമെല്ലാം അങ്ങ് അപ്പുറത്ത് പോകുമായിരുന്നു. ഇവിടെ കെട്ടിക്കിടക്കില്ലായിരുന്നു. എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചാൽ നന്നായിരുന്നേനെ. നല്ല സ്പീഡിന് വണ്ടികളെങ്ങാനും വന്നാൽ വെള്ളം കാരണം ഇതിൻ്റെ അകത്ത് അടിച്ചിഞ്ഞ് കയറ്റിത്തരും. ഒരു ബൈക്ക് പോയാൽ തന്നെ ആയാലും വെള്ളം എല്ലാം ഇഞ്ഞ് കടയ്ക്കകത്ത് വരും. അവരടിച്ച് തെറിപ്പിച്ചുകൊണ്ടങ്ങ് പോകും. റോഡിലല്ലേ അത് കിടക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റോഡിൽ കിടക്കുന്നത് അവർ വിട്ടങ്ങ് പോകും. അവരറിയത്തില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.